ദൈവമില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്നുമല്ല. ബൈബിൾ പറയുന്നു, അവനിലാണ് നമ്മൾ ജീവിക്കുന്നതും നടക്കുന്നതും ഉള്ളതും. ഒരു കാര്യം ഓർക്കുക, മീനുണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിനോട് ദൈവം സംസാരിച്ചു. ദൈവം മരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിയോട് സംസാരിച്ചു. പക്ഷേ ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടി അവൻ്റെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി. ബൈബിൾ പറയുന്നു, ദൈവം മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലുണ്ടാക്കി. മീൻ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മീൻ മരിക്കും. മരം ഭൂമിയിൽ നിന്ന് ചേത്തി കഴിഞ്ഞാൽ അത് വാടിപ്പോകും. അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ അവൻ്റെ ആത്മാവ് മരിക്കാൻ തുടങ്ങും. യേശു പറഞ്ഞു, എന്നിലല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഈ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുവാൻ വേണ്ടിയാണ്. വെള്ളം മീനില്ലെങ്കിലും വെള്ളം തന്നെയാണ്. പക്ഷേ വെള്ളമില്ലെങ്കിലോ മീനൊന്നുമല്ല. ഭൂമി മരങ്ങളില്ലെങ്കിലും ഭൂമി തന്നെയാണ്. പക്ഷേ ഭൂമി ഇല്ലെങ്കിലോ മരമൊന്നുമല്ല. ദൈവം മനുഷ്യനില്ലെങ്കിലും ദൈവം തന്നെയാണ്. പക്ഷേ ദൈവമില്ലെങ്കിലോ മനുഷ്യൻ ഒന്നുമല്ല. അതുകൊണ്ട് നീ ജീവിക്കുന്ന കാലം വരെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കൂടെ നടന്ന് അവനോട് സംസാരിച്ച് അവനോട് പ്രാർത്ഥിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുക. കാരണം നമ്മുടെ ജീവിതം പൂർണ്ണമാകുവാൻ ദൈവത്തിൽ മാത്രമാണ് സാധ്യം. ഈ വചനത്താൽ ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ.